അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാൻ. മനുഷ്യരുള്ള കാലത്തോളം കഥകളുമുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഉമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് കൊണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം, അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കഥകളിലെല്ലാം ഓരോ ഗുണപാഠമുണ്ടാകും. ഞാൻ പറയാൻ പോകുന്നത് റസൂലിന്റെ കഥയാണ് കേട്ടോ. ഒരു ദിവസം സൈനബി എന്നൊരു സ്ത്രീ നബി തങ്ങൾക്ക് കുറച്ച് ആട്ടിറച്ചി കൊടുത്തയച്ചു. സമ്മാനമായി കൊടുത്തയച്ചതാട്ടോ. നബിയും സഹാബക്കളും സന്തോഷത്തോടെ അത് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്, ആരും ഇത് ഭക്ഷിക്കരുത്, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. നബി തങ്ങൾ ആ സ്ത്രീയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഉടനെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഞാൻ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. എന്തിനാ നീ ഇതിൽ വിഷം കലർത്തിയത്? താങ്കൾ ഒരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഇതിൽ വിഷം കലർത്തിയ അറിയും. താങ്കൾ ഒരു യഥാർത്ഥ പ്രവാചകനല്ലെങ്കിലോ ഇതിൽ വിഷം കലർത്തിയത് അറിയില്ല. ഇത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ വിഷം കലർത്തിയത്. ശരി, ഈ ഇറച്ചിക്കഷ്ണം എന്നോട് പറഞ്ഞു ഇതിൽ വിഷമുള്ള കാര്യം, അതുകൊണ്ട് നീ പൊയ്ക്കോ. നിങ്ങൾ ആ സ്ത്രീക്ക് മാപ്പ് കൊടുത്തു പറഞ്ഞയച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും എന്റെ കഥ ശ്രദ്ധിച്ചുവല്ലോ. നമ്മുടെ മുഖ്യനബിയുടെ സ്വഭാവം എങ്ങനെയുണ്ട്? തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് പോലും അപ്പോൾ തന്നെ മാപ്പ് കൊടുത്തല്ലേ. നമ്മളും അത്തരത്തിലുള്ള സ്വഭാവക്കാരാണ് കേട്ടോ. ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.